ഒരു 20-25 ലക്ഷം രൂപ റേഞ്ചിൽ കാർ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യേണ്ട ഒരു മോഡലാണ് MG ഹെക്ടർ പ്ലസ്. ഇന്ന് നമ്മൾ MG ഹെക്ടർ പ്ലസിന്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളുള്ള തിരുവല്ലയിലെ ചോലശ്ശേരിയിലുള്ള ഫോർച്യൂൺ മലയാളത്തിന്റെ ഷോറൂമിലാണ്. MG ഹെക്ടറിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 13,98,000 രൂപയാണ് ഷോറൂം പ്രൈസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന 6 സീറ്റർ ക്യാപ്റ്റൻ സീറ്റ് വരുന്ന സാവി പ്രോ എന്ന ഓട്ടോമാറ്റിക് വെർഷൻ, അതായത് MG ഹെക്ടർ പ്ലസിന്റെ ടോപ്പിന്റെ വേരിയന്റ് റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടോപ്പിന്റെ വേരിയന്റ് പെട്രോൾ ഓട്ടോമാറ്റിക്കിന് ഷോറൂം പ്രൈസ് വരുന്നത് 23,12,000 രൂപയാണ് ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡിലേക്ക് വരുമ്പോഴേക്കും ഇൻഷുറൻസും ടാക്സും അതുപോലെ തന്നെ വാറന്റിയും കാര്യങ്ങളും എല്ലാവരും കൂട്ടി വരുമ്പോഴേക്കും ഏകദേശം 29,50,000 രൂപ വരും ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളും വരുമ്പോഴേക്കും. ഡീസൽ അവൈലബിൾ ആണ്. ഡീസൽ എഞ്ചിനിൽ നമുക്ക് ഓട്ടോമാറ്റിക് ഇല്ല, മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ MG ഹെക്ടറിന്റെ കീ സെറ്റും കാര്യങ്ങളും വരുന്നത്. സ്മാർട്ട് കീ ആണ് വരുന്നത്. 2 കീ വരുന്നുണ്ട്. ഇതല്ലാണ്ട് നമുക്ക് ഡിജിറ്റലി ആയിട്ടുള്ള 2 കീ അവൈലബിൾ ആണ്. അത് നമുക്ക് ഒരാൾക്ക് അല്ലെങ്കിൽ വേറെ ആൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു രീതിയിലാണ് അത് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് ഫിസിക്കൽ ആയിട്ടുള്ള MG ഹെക്ടറിന്റെ സ്മാർട്ട് കീയും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ MG ഹെക്ടറിന്റെ ഫ്രണ്ട് പ്രൊഫൈലും കാര്യങ്ങളും വരുന്നത്. വലിയൊരു ഹുഡും കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ ആയിട്ട് നടുക്കൊരു കാറ്റർ ലൈൻസും കാര്യങ്ങളെല്ലാം പോയത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ വലിയൊരു ഗ്രില്ലും കാര്യങ്ങളാണ് വരുന്നത്. ഇതിനകത്ത് തന്നെ നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ ഇതിനകത്ത് ഗ്യാപ്പ് ഇല്ലാന്ന് തോന്നും, പക്ഷെ ഗ്യാപ്പും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഫുൾ ക്രോം ഫിനിഷോട് കൂടിയായിട്ടുള്ള ഗ്രില്ലും കാര്യങ്ങളാണ് വരുന്നത്. നടുക്കായിട്ട് വലിയൊരു MGയുടെ ലോഗോ കാണാനായിട്ട് സാധിക്കും. അതിന്റെ താഴെയായിട്ട് 360 ഡിഗ്രിക്ക് വേണ്ടിയിട്ടുള്ള ക്യാമറയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന് താഴേക്ക് നോക്കാനാണ് ഇവിടെ നമുക്ക് ക്രോം ഫിനിഷും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് അഡാസിന്റെ റഡാറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റിന്റെ ഭാഗത്തേക്ക് നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് LED DRലും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ DRൽ തന്നെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും. ഈ ഒരു ഹെഡറിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ ടേൺ ചെയ്യുമ്പോൾ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ചെയ്യാണ്ട് നമ്മൾ ടേൺ ചെയ്യുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി തന്നെ ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ആവുന്ന ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നത് താഴെയായിട്ടാണ് ഹെഡ്ലാമ്പ് യൂണിറ്റും കാര്യങ്ങളും വരുന്നത്. ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഫോക്ക് ലാമ്പിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോർണറിംഗ് ഫങ്ഷൻസിലൂടെ ഫോക്ക് ലാമ്പും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ ഫോളോ മീ ഹോം ഫങ്ഷൻസും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഹെഡ്ലാമ്പ് വരുന്നുണ്ട്. LED ഹെഡ്ലാമ്പ് യൂണിറ്റും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സും കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ അവൈലബിൾ ആണ്. വൈപ്പേഴ്സ് നോക്കാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വൈപ്പേഴ്സ് ആണ് അതും കിട്ടുന്നത്. ഈ ഒരു വലിയൊരു ഗ്രില്ലേരിയാണ് ഇതിന്റെ ഒരു MG ഹെക്ടറിന്റെ ഒരു ഡിസൈനിലെ മെയിൻ എലമെന്റ് എന്ന് പറയാൻ പറ്റും. നല്ലൊരു ബോൾഡ് ഫീൽ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു MG ഹെക്ടറിന്റെ ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് MG ഹെക്ടറിന്റെ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളും വരുന്നത്. നമ്മൾ ഈ ഡോർ ഹാൻഡിൽ നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ക്രോം ഫിനിഷിങ് കാര്യം കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട്. അതുപോലെ തന്നെ റിക്രൂട്ട് സെൻസർ കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാം നമുക്ക് ബോഡി കളർ തന്നെയാണ് വരുന്നത്. ഈ ഒരു വി പില്ലറിൽ നമുക്ക് ബ്ലാക്കിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്രോം ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മേളിലായിട്ട് അലുമിനിയം ഫിനിഷോട് കൂടിയ ഒരു റൂഫ് റെയിൽസും കാര്യങ്ങളും വരുന്നുണ്ട്. താഴെ വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ താഴെ ഒരു ക്രോം പ്ലേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് MGയുടെ ഒരു ബാഡ്ജിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മിറർ നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോ ഫോൾഡിംഗ് ഫംഗ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. ഇതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 360 ഡിഗ്രിക്ക് വേണ്ടിയിട്ടുള്ള ക്യാമറയും കാര്യങ്ങളെല്ലാം ഈ ഒരു മിററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ അലോയ് വീൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. ഇതിന്റെ പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 250/55R18 ആണ് ഇതിന്റെ പ്രൊഫൈലും കാര്യങ്ങളും വരുന്നത്. 4 ടയറിലും ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുവൽ ടാങ്കിന്റെ ലിഡും കാര്യങ്ങളെല്ലാം ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് കൊടുത്തേക്കുന്നത് കാര്യങ്ങളും വരുന്നത്. ഈ ഒരു സൈഡിലൊക്കെ ഇതൊക്കെ നമുക്ക് ഒരു ബ്ലാക്കിങ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ LED ടെയിൽ ലാമ്പ് യൂണിറ്റും കാര്യങ്ങളാണ് വരുന്നത്. ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ കണക്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഇതിലെ ടെയിൽ ലാമ്പും കാര്യങ്ങളും വരുന്നത്. ഇതെല്ലാം നമുക്ക് ഇതിനകത്തെല്ലാം LED കാര്യങ്ങളും വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വൈപ്പേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫോക്കർ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഒരു വലിയ സ്പോയിലറും കാര്യങ്ങളും കാണാൻ സാധിക്കും. ഇവിടെ ആയിട്ട് ഹൈമോ സ്റ്റോപ്പ് ലാമ്പും കാര്യങ്ങളും വരുന്നുണ്ട്. അതിന്റെ മേലേക്ക് നോക്കാനുണ്ടെങ്കിൽ ഷാർപ്പിന് ആൻഡിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാക്ക് സൈഡിൽ ഇവിടെ എല്ലാം അത്യാവശ്യം ഷാർപ്പിനായിട്ടുള്ള രീതിയിലാണ് ബാക്ക് സൈഡും കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ ക്രോം എലമെന്റ് ക്രോം ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു ഹെക്ടർ എന്നുള്ളൊരു വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതൊരു 7 സീറ്റർ വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഹെക്ടർ പ്ലസ് എന്നുള്ളൊരു ബാഡ്ജിങ് കാര്യം കൊടുത്തിട്ടുണ്ട്. അഡാസ് ഫീച്ചേഴ്സ് വരുന്നതുകൊണ്ട് അഡാസിന്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മോഡൽ വന്നപ്പോഴേക്കും മറ്റേ ഇന്റർനെറ്റ് ഇൻസൈഡ് എന്നുള്ള ബാഡ്ജിങ് മാറ്റി അഡാസ് എന്നുള്ള ബാഡ്ജിങ് ആയിട്ട് മാറി. അങ്ങനെ താഴെയായിട്ട് നീളത്തിൽ ഈ ഒരു റിഫ്ലക്ടറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ട് ഒരു ക്രോം എലമെന്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സൈലൻസർ എന്ന് തോന്നുന്ന രീതിയിൽ ഇവിടെ അങ്ങനെയുള്ള രീതിയിലെല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സൈലൻസർ ശരിക്കും വരുന്നത് താഴെയായിട്ടാണ് അതിന്റെ സൈലൻസറും കാര്യങ്ങളും വരുന്നത്. ഇവിടെ ആയിട്ട് താഴെയായിട്ട് നമുക്ക് സെൻസേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം ക്രോം എലമെന്റും റിഫ്ലക്ടേഴ്സും എല്ലാം കൂടി നല്ലൊരു പ്രീമിയം രീതിയിലാണ് ഇതിന്റെ ഒരു ബാക്ക് സൈഡും കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് 1 ടച്ച് ഓപ്പണിംഗ് ആൻഡ് 1 ടച്ച് ക്ലോസിംഗ് ആണ് വരുന്നത്. ഇലക്ട്രിക്കലാണ് ഇതിന്റെ ബൂട്ടിന്റെ ഓപ്പണിംഗ് കാര്യങ്ങളും വരുന്നത്. ഇപ്പൊ നമ്മുടെ കീ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബാക്ക് സൈഡിൽ 2-3 സെക്കൻഡ് നിൽക്കുക, ഓട്ടോമാറ്റിക്കലി ഈ ബോട്ട് ഓപ്പൺ ആവുകയും ചെയ്യും.
ഇതാണ് നമ്മുടെ എം ജി ഹെക്ടറിൻ്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളും വരുന്നത്. തിയേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസിൻ്റെ കുറവാണ്, കുറച്ച് ബൂട്ട് സ്പേസും കാര്യങ്ങളും വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു LED ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സീറ്റ് നമുക്ക് 50-50 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് റോയിൽ ബെൻ സീറ്റാണ് വരുന്നെങ്കിൽ അത് നമുക്ക് 60-40 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബൂട്ടും കാര്യങ്ങളും വരുന്നത്. നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇലക്ട്രിക്കലി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ആണ് വരുന്നത്. എല്ലാം നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിക്കലി ക്ലോസ് ആവുന്നതാണ്. പാട് നോക്കാറുണ്ട് ഈ ഒരു രീതിയിലാണ് ഫ്രണ്ടിലെ ഡോർ പാടും കാര്യങ്ങളും വരുന്നത്. ഡുവൽ ടോൺ ആയിട്ടുള്ള ഡോർ പാടും കാര്യങ്ങളും വരുന്നത്. ഇവിടെ നമുക്ക് സോഫ്റ്റ് ടച്ച് ലെതർ ഫിനിഷും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വുഡൻ സ്റ്റൈലും കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് മിററിൻ്റെ കൺട്രോളും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്ക് അലൂമിനിയം ഫിനിഷോട് കൂടിയാണ് ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. മേളിലായിട്ട് 2 ടയേഴ്സ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് 2 ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളും വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നമുക്ക് ഡോർ പാടും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ നമ്മൾ ഈ സീറ്റ്സ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഡ്രൈവർ സീറ്റ് നമുക്ക് 12 വേയിൽ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ കോ ഡ്രൈവർ സീറ്റ് നമുക്ക് ഇലക്ട്രിക്കലി 8 വേയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രീമിയം രീതിയിലുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. സോ ഇവിടെയായിട്ട് നമുക്ക് ഇതിൻ്റെ ഔട്ട്സൈഡ് മിറർ അഡ്ജസ്റ്റിംഗ് സ്വിച്ചസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ബൂട്ട് ഓപ്പണിങ്ങിൻ്റെ സ്വിച്ചസും കാര്യങ്ങളും വരുന്നുണ്ട്. ഇലക്ട്രിക് ബൂട്ട് ഓപ്പണിങ്ങും കാര്യങ്ങളാണ് വരുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എം ജി ഹെക്ടറിൻ്റെ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളും വരുന്നത്. ഇവിടെയായിട്ട് അലൂമിനിയം ഫിനിഷിംഗ് ലൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 3 സ്പോക്കായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. താഴെയായിട്ട് ചെറിയൊരു ഫ്ലാറ്റ് ബോട്ടം കാര്യങ്ങളും വരുന്നുണ്ട്. ഇതിനകത്ത് തന്നെ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്. അതുപോലെ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഈ ഒരു സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട്. ഈ സ്റ്റിയറിംഗ് വീല് ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷൻ ഈ സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വൈപ്പേഴ്സിന് കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ലൈറ്റിന് കൺട്രോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വൈപ്പേഴ്സും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഹെഡ്ലാംപ്സും ആണ് ഇതിനകത്ത് വരുന്നത്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 8 ഇഞ്ചിൻ്റെ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കാര്യങ്ങളും വരുന്നുണ്ട്. അതിനകത്ത് തന്നെ ടയർ പ്രഷർ മോട്ടിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 14 ഇഞ്ചിൻ്റെ ഒരു ഫുള്ളി ഡിജിറ്റൽ ആയിട്ടൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. ഇതിനകത്ത് തന്നെയാണ് നമ്മൾ AC കൺട്രോൾസും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് 360 ഡിഗ്രി വ്യൂവും കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. ഇതിൽ നമുക്ക് 3D വ്യൂവും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ അവൈലബിൾ ആണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷും കാര്യങ്ങളും അതുപോലെ തന്നെ ഇടയ്ക്ക് ഇവിടെ ഒരു ക്രോം ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം ഒരു വുഡൻ ഫിനിഷും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഡാഷ്ബോർഡിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രീമിയം ഫീലോട് കൂടിയിട്ടാണ് ഈ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു 14 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു വാഹനത്തിൽ ഇല്ല, ഫസ്റ്റ് ടൈം ഇന്നാണ് ഈ ഒരു ഹെക്ടറിനകത്താണ് നമുക്ക് ഒരു 14 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇന്ത്യയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ 70 കൂടുതൽ കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എം ജിയുടെ ഐസ് മാപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കാറിൽ ചെയ്യാൻ പറ്റും. വോയിസ് കമാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് നമുക്ക് വയർലെസ് ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. അതിനുള്ള സ്പേസും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഓട്ടോമാറ്റിക് വെർഷനിലാണുള്ളത്. ഓട്ടോമാറ്റിക്കലി CVT ആണ് ട്രാൻസ്മിഷൻ കാര്യങ്ങളും വരുന്നത്. അതിൻ്റെ ഗിയർ നോബും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. സൈഡിലായിട്ട് നമുക്ക് വുഡിൻ്റെ ഒരു പ്ലാസ്റ്റിക് ഡിസൈനും കാര്യങ്ങളും, പ്ലാസ്റ്റിക്കാണ് വരുന്നത് പക്ഷേ ഒരു വുഡൻ സ്റ്റൈലാണ് അതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം പിയാനോ ബ്ലാക്കിൽ നമുക്ക് ഇതിൻ്റെ ഗിയറിൻ്റെ ഇൻഡിക്കേഷൻ അതുപോലെ തന്നെ സ്വിച്ചസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻസേഴ്സിൻ്റെയും അതുപോലെ തന്നെ ബാക്കിലെ ഫാൻ്റെ AC-യുടെയും കൺട്രോളുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. ഈ കപ്പ് ഹോൾഡർ നമുക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആംബ്രസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെതർ ഫിനിഷ് ആംബ്രസ്റ്റും കാര്യങ്ങളാണ്, അത് അഡ്ജസ്റ്റബിൾ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻറ്റീരിയറിനെ പറ്റി പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഓട്ടോ ഡിമ്മിങ് IRVM കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡറും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. LED വൈറ്റ് ലൈറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ വലിയൊരു പാരാണോമിക് സൺറൂഫ് വരുന്നുണ്ട്. ഈ രീതിയിലകത്ത് ഈ ഒരു കർട്ടൺ മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ അത് മാത്രമായിട്ട് ക്ലോസ് ചെയ്യാനായിട്ടുള്ള സ്വിച്ച് ഉണ്ട്. അപ്പോൾ അത് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്തിടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് നമുക്ക് ഗ്ലോബോസും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അത്യാവശ്യം സ്പേസ് അതിനകത്തുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വാനിറ്റി മിററും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വിത്ത് ഒരു ലാമ്പ് വരുന്നുണ്ട്. നമ്മൾ ഡ്രൈവർ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിൽ നമുക്കൊരു വാനിറ്റി മിറർ വരുന്നുണ്ട്, വിത്ത് ലാമ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 സൈഡിലും വാനിറ്റി മിററും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇഷ്ടം പോലെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്.
പിന്നെ നമ്മൾ ഈ നോക്കുകയാണെങ്കിൽ സീറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെതർ സീറ്റ്സും കാര്യങ്ങളാണ് വരുന്നത്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ലെതർ സീറ്റ്സും കാര്യങ്ങളാണ് വരുന്നത്. വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡോർ പാഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് പ്ലാസ്റ്റിക്കിലെ ഒരു വുഡൻ സ്റ്റൈലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് നോക്കുക, താഴെ സ്പീക്കറും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇതാണ് കോ ഡ്രൈവർ സൈഡിലെ ഡോർ പാഡും കാര്യങ്ങളും വരുന്നത്. സോ ഇതാണ് നമ്മുടെ MG ഹെക്ടറിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻ്റ് ഇൻറ്റീരിയറും കാര്യങ്ങളും വരുന്നത്. അത് തന്നെ ബാക്കിലെ ഡോർ പാഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലെ പോലെ തന്നെ അലുമിനിയം ഡോർ ഹാൻഡിലും കാര്യങ്ങളും വരുന്നുണ്ട്. ഇൻഫിനിറ്റിയുടെ ട്യൂറ്റേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ലെതർ ഫിനിഷ് തന്നെയാണ്. ഇവിടെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ലെതറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ പ്ലാസ്റ്റിക്കിലൊരു വുഡൻ ഫിനിഷിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോസിൻ്റെ സ്വിച്ചസും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് നോക്കുകയാണെങ്കിൽ താഴെ നമുക്ക് ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പീക്കറും വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇൻഫിനിറ്റിയുടെ സ്പീക്കേഴ്സും കാര്യങ്ങളാണ് വരുന്നത്. ഇങ്ങോട്ടുള്ള വിസിബിലിറ്റിയും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിയൊരു വിസിബിലിറ്റിയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വിൻഡോയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ MG ഹെക്ടറിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളും വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് AC വെൻസും കാര്യങ്ങളും വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമുക്കൊരു ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഫോൺ എന്തെങ്കിലും വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു താഴ്വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമും കാര്യങ്ങളാണ് വരുന്നത്. അവിടെ നമുക്ക് വേറെ സെൻട്രൽ തമ്മിലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. സീറ്റ് ബോക്കർസും കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഈ ഒരു ഫ്രണ്ടിലെ സീറ്റ് നമ്മൾ മാക്സിമം ബാക്കിലേക്ക് ഇറക്കിയിട്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്കിവിടെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന അത്രയും ലെഗ് സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല തൈ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ അത്യാവശ്യം നല്ല സീറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിപ്പമുള്ളവർക്ക് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റും. നമുക്ക് ഈ ഒരു ആംറസ്റ്റ് നമുക്ക് വേണ്ട ഹൈറ്റിൽ നമുക്ക് ലോക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ ഇതൊക്കെ ഒരു ബെസ്റ്റ് ഫീച്ചേഴ്സ് ആയിട്ട് എനിക്ക് തോന്നി. നല്ലൊരു ഫീച്ചേഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം നമുക്ക് ഇവിടെയായിട്ട് ലാമ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ലാമ്പ് LED ലാംപ്സും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഗ്രാഫ് ഹാൻഡിലും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സോ ഇതാണ് ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളും വരുന്നത്. നമുക്ക് സൺറൂഫ് നോക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്കൻഡ് റോയുടെ ഹെഡ് റെസ്റ്റിൻ്റെ ആ ഒരു റേഞ്ചിൽ വരെ നല്ല സൺറൂഫിൻ്റെ വിസിബിലിറ്റിയും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ബാക്ക് സൈഡിലേക്ക് നോക്കാന്നുണ്ടെങ്കിൽ ബാക്കിലെ തേർഡ് റോയിലേക്ക് നമുക്ക് പോയി നോക്കാം. തേർഡ് റോയിനെ പറ്റി പറയാമെന്നുണ്ടെങ്കിൽ ലെതർ സീറ്റ്സ് തന്നെയാണ് വരുന്നത്. നമ്മളിതിൻ്റെ സ്പേസും കാര്യങ്ങളും നോക്കാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ സീറ്റ് സെക്കൻഡ് റോയിലെ സീറ്റ് നമ്മൾ മാക്സിമം ഇറക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്നത് ഈ ഒരു രീതിയിലുള്ള സ്പേസും കാര്യങ്ങളാണ് വരുന്നത്. സ്പേസ് കുറവാന്ന് പറയാം, കുട്ടികൾക്കായിരിക്കും കുറച്ചും കംഫർട്ടബിൾ എന്ന് പറയാൻ പറ്റും. ഈ ഒരു സൈഡിൽ നമ്മൾ സീറ്റ് നമ്മൾ ഏറ്റവും മാക്സിമം കയറ്റിയിട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് സീറ്റിന് ലെങ്ത് കിട്ടും, പക്ഷേ തൈ സപ്പോർട്ട് കുറവായിരിക്കും. തൈ സപ്പോർട്ടിൻ്റെ കാര്യം കുറവാണ്. സോ കുട്ടികൾക്കായിരിക്കും കുറച്ചുകൂടി കംഫർട്ടബിൾ ബാക്കി ഇരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു തേർഡ് റോ ആണെങ്കിൽ പോലും ലെതർ സീറ്റ്സ് ആണ്. 2 ഹെഡ്റസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതും അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ ബൂട്ട് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് 50-50 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബാക്കി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ AC വെൻസ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു ബോട്ടിൽ ഔട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ AC-യുടെ ഫാൻ്റെ കൺട്രോൾ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു USB A പോർട്ട് ചാർജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 കപ്പ് ഔട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു AC വെൻസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് തേർഡ് റോയിൽ വരുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ്സിലൂടെ നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ പുറത്തേക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ എയർ ബാഗിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. മൊത്തം നമുക്ക് 6 എയർ ബാഗാണ് ഈ ഒരു ഹെഡറിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ തന്നെ ബാക്കി ഇരുന്നാലും നമുക്ക് ആ ഒരു സൺറൂഫിൻ്റെ ഒക്കെ കുറേയൊക്കെ നമുക്ക് ഇവിടുന്ന് വിസിബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ തേർഡ് റോയിൽ നമുക്ക് ഇവിടെ പോലെ സീറ്റ് ബെൽറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ MG ഹെക്ടറിൻ്റെ 6 സീറ്റർ വെർഷനെ പറ്റി പറയാനുള്ളത്. നമ്മൾ ഈ ഹെക്ടറിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 1.5 ലിറ്ററിൻ്റെ ഒരു ടർബോ പെട്രോൾ എഞ്ചിനും അതുപോലെ തന്നെ 2 ലിറ്ററിൻ്റെ ടർബോ ഡീസൽ എഞ്ചിനുമാണ്. ഈ ഒരു പെട്രോൾ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന 143 BHP പവറും അതുപോലെ തന്നെ 250 Nm ടോർക്കുമാണ്. ഇതിനകത്ത് നമുക്ക് മാനുവലും അതുപോലെ തന്നെ CVT ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും പെട്രോൾ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഇനി നമ്മൾ ഡീസൽ ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ വരുന്നത് 170 BHP പവറും അതുപോലെ 350 Nm ടോർക്കും വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഡീസൽ എഞ്ചിനിൽ നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ അവൈലബിൾ അല്ല, മാനുവൽ മാത്രമാണ് അവൈലബിൾ ഉള്ളത്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് ഡീസലിൽ വരുന്നത്. സോ ഇതാണ് ഇതിൻ്റെ പവർ ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ ഫീച്ചേഴ്സ് ഒക്കെയാണ് നമ്മുടെ MG ഹെക്ടറിൽ വരുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വേരിയന്റിലും നമുക്ക് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ബ്രേക്ക് അസിസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അഡാസ് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു അഡാസ് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അതുപോലെ 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്, ഫ്രണ്ട് സെൻസർ വരുന്നുണ്ട്, ബാക്കിൽ സെൻസേഴ്സ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം സേഫ്റ്റി ഫീച്ചേഴ്സ് നമ്മുടെ ഈ ഒരു MG ഹെക്ടറിൽ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ MG ഹെക്ടറിനെ പറ്റി പറയാനുള്ളത്. സോ കൂടുതൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.